ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു റിവിഷൻ ക്ലാസ്സാണ് നടത്തുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് 10th പ്രിലിംസിനായാലും അതുപോലെ മിക്കവാറും എല്ലാ എക്സാംസിനും ഉള്ളൊരു ടോപ്പിക്കാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അപ്പോൾ ഇത് മെയിൻലി നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷനാണ്. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു റിവിഷൻ ക്ലാസ് നിങ്ങൾ കേട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചതെല്ലാം ഓർത്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി ഏത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി ഏത്? എന്താണ്? വിഭജനവും അഭയാർത്ഥി പ്രവാഹവുമാണ്. വിഭജനവും അഭയാർത്ഥി പ്രവാഹവുമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന വെല്ലുവിളി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 1947 പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ലഹളകളുടെ പശ്ചാത്തലത്തിൽ എൻ്റെ ഏകാംഗ സൈന്യം എന്ന് ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ വിശേഷിപ്പിച്ചത് ആരെ? ഗാന്ധിജിയാണ്. 1947 പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ലഹളകളുടെ പശ്ചാത്തലത്തിൽ എൻ്റെ ഏകാംഗ സൈന്യം എന്ന് ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗാന്ധിജിയെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഗാന്ധിജി വെടിയേറ്റു മരിച്ചത് എന്ന്? ഗാന്ധിജി വെടിയേറ്റു മരിച്ചത് എന്നാണ്? 1948 ജനുവരി 30 1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റു മരിക്കുന്നത്. അപ്പോൾ അത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ അത് രക്തസാക്ഷി ദിനമായിട്ടാണ് ആചരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ജനുവരി 30. അപ്പോൾ ജനുവരി 30 ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയത് ആര്? ആൻസർ ജവഹർലാൽ നെഹ്റു ആണ്. 1947 ഓഗസ്റ്റ് മാസം 14 അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗമാണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം. നടത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ ആയിരുന്നു. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ. അങ്ങനെയാണെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? സി രാജഗോപാലാചാരി ആയിരുന്നു. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൻ ആയിരുന്നു. എന്നാൽ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരിയാണ്. ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാലും ആൻസർ ആരാണ്? സി രാജഗോപാലാചാരിയാണ്. ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരൻ ആരാണ്? സി രാജഗോപാലാചാരി. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന പ്രസംഗം നടത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു നടത്തിയ വേറൊരു പ്രസംഗമാണിത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന പ്രസംഗം നടത്തിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഏത് സമയത്താണ്? ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ചാണ്. അപ്പം ഇത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പഠിച്ചു വയ്ക്കുക. ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട ശ്രദ്ധേയമായ ചിത്രങ്ങൾ ഏവാന്നാണ്? മേഘേ ധാക്കധാര, ഋത്തിക് ഘട്ടകാണ് സംവിധാനം ചെയ്തത്. മേഘേ ധാക്കധാര. ഗരം ഹവ MS സത്യുവിൻ്റെ ഗരം ഹവ. തമസ് ഗോവിന്ദ നിഹലാനി. ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്സ്. അപ്പോൾ ഇത് SCRT ഫാക്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ ജോഡി തന്നിട്ട് അതിനകത്ത് തെറ്റായവ കണ്ടെത്താനോ ഒക്കെ ചോദിക്കാം. അപ്പോൾ അത്യാവശ്യം ടഫ് ആണെങ്കിൽ നിങ്ങൾക്കിത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട ശ്രദ്ധേയമായ ചലച്ചിത്രങ്ങളേവ? മേഘേ ധാക്കധാര ഋത്വിക് ഘട്ടക്. ഗരം ഹവ MS സത്യു. തമസ് ഗോവിന്ദ നിഹലാനി. ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്സ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യ വിഭജനം പ്രമേയമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ എഴുതിയത് ആര്? ഇന്ത്യ വിഭജനം പ്രമേയമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ എഴുതിയത് ആര്? ഖുശ്വന്ത് സിംഗ് ആണ്. ആരാണ്? ഖുശ്വന്ത് സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നാട്ടുരാജ്യ സംയോജനത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഓരോരോ ഘട്ടങ്ങളായിട്ടാണ് പഠിക്കുക. അപ്പോൾ അടുത്തത് നാട്ടുരാജ്യ സംയോജനം. സ്വാതന്ത്ര്യാനന്തരം കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. നമ്മുടെ ഉരുക്കുമനുഷ്യൻ, ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു സ്വാതന്ത്ര്യാനന്തരം കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു.
സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനായ മലയാളിയാണ് VP മേനോൻ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനായ മലയാളി ആരായിരുന്നു? VP മേനോൻ ആയിരുന്നു. അപ്പോൾ VP മേനോനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനായ മലയാളി ആരാണ്? VP മേനോൻ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാനുള്ള ലയനക്കരാർ തയ്യാറാക്കിയത് ആരെല്ലാം ചേർന്നാണ്? അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാനുള്ള ലയനക്കരാർ തയ്യാറാക്കിയത് ആരെല്ലാം ചേർന്നാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ. സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്നിട്ടാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാനുള്ള ലയനക്കരാർ തയ്യാറാക്കിയത്. ലയനക്കരാർ പ്രകാരം ഏതൊക്കെ വകുപ്പുകളുടെ നിയന്ത്രണമാണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടിയിരുന്നത്? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. അപ്പോൾ ലയനക്കരാർ പ്രകാരം ഏതൊക്കെ വകുപ്പുകളുടെ നിയന്ത്രണമാണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടിയിരുന്നത്? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് ഇത് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളായിരുന്നു. സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ഇന്ത്യയിൽ അധീന പ്രദേശങ്ങളുണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഏവ? സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ഇന്ത്യയിൽ അധീന പ്രദേശങ്ങളുണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഏവ? ഫ്രാൻസ്, പോർച്ചുഗൽ. ഫ്രാൻസിനും പോർച്ചുഗലും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇവിടെ എന്തുണ്ടായിരുന്നു? പ്രദേശങ്ങളുണ്ടായിരുന്നു. 1952 ഒഡീഷ ഗവർണറായി ചുമതലയേറ്റ മലയാളി ആരാണ്? ഇപ്പോൾ പറഞ്ഞ ആളാണ് VP മേനോനാണ്. അപ്പോൾ VP മേനോനെ കുറിച്ച് പ്രസ്താവനകൾ തരാം. 1952 ഒഡീഷ ഗവർണറായി ചുമതലയേറ്റ മലയാളി എന്ന് തന്നാൽ അത് ശരിയാണ്. അപ്പോൾ പ്രസ്താവനകൾ ചോദിച്ചാലും എഴുതാൻ പഠിക്കണം. 1952 ഒഡീഷ ഗവർണറായി ചുമതലയേറ്റ മലയാളിയാണ് VP മേനോൻ. അതുപോലെ തന്നെ ദ ട്രാൻസ്ഫർ പവർ ഓഫ് ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിവ ആരുടെ കൃതികളാണ്? VP മേനോൻ്റെ കൃതികളാണ്. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ദ ട്രാൻസ്ഫർ പവർ ഓഫ് ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിവ ആരുടെ കൃതികളാണ്? VP മേനോൻ്റെ കൃതികളാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഫ്രാൻസിനുണ്ടായിരുന്ന അധിനിവേശ പ്രദേശങ്ങളേവ? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഫ്രാൻസിനുണ്ടായിരുന്ന അധിനിവേശ പ്രദേശങ്ങളാണ് പുതുച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. പുതുച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. അപ്പോൾ ഇത്രയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഫ്രാൻസിനുണ്ടായിരുന്ന അധിനിവേശ പ്രദേശങ്ങൾ. സ്വാതന്ത്ര്യാനന്തരം പോർച്ചുഗലിന് ഇന്ത്യയിലുണ്ടായിരുന്ന അധിനിവേശ പ്രദേശങ്ങളേവ? സ്വാതന്ത്ര്യാനന്തരം പോർച്ചുഗലിന് ഇന്ത്യയിലുണ്ടായിരുന്ന അധിനിവേശ പ്രദേശങ്ങളേവ? ഗോവ, ദാമൻ, ദിയു. ഇതൊക്കെയാണ് ഗോവ, ദാമൻ, ദിയു. ഇതാണ് പോർച്ചുഗലിന് ഇന്ത്യയിലുണ്ടായിരുന്ന അധിനിവേശ പ്രദേശങ്ങൾ. ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെട്ട നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏത്? ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെട്ട നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണ്? ആൻസർ ഹൈദരാബാദ് ആണ്. ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെട്ട നടപടിയിലൂടെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത പ്രദേശമാണ് ഗോവ. ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെട്ട നടപടിയിലൂടെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത പ്രദേശമാണ് ഗോവ. ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ പൂർണ്ണമായും ഇന്ത്യയോട് ചേർക്കപ്പെട്ട വർഷം ഏത്? ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ പൂർണ്ണമായും ഇന്ത്യയോട് ചേർക്കപ്പെട്ട വർഷം ഏത്? 1954. 1954 ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ പൂർണ്ണമായും ഇന്ത്യയോട് ചേർക്കപ്പെട്ടത്. അടുത്തത് പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ പൂർണ്ണമായും ഇന്ത്യയോട് ചേർക്കപ്പെട്ട വർഷം ഏത്? 1961. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ പൂർണ്ണമായും ഇന്ത്യയോട് ചേർക്കപ്പെട്ട വർഷമാണ് 1961. ഇന്ത്യയിൽ ആദ്യം ആധിപത്യം സ്ഥാപിക്കുകയും ഏറ്റവും ഒടുവിൽ അധികാരം കൈവിടുകയും ചെയ്ത യൂറോപ്യൻ ശക്തി ആര്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആദ്യം ആധിപത്യം സ്ഥാപിക്കുകയും ഏറ്റവും ഒടുവിൽ അധികാരം കൈവിടുകയും ചെയ്ത യൂറോപ്യൻ ശക്തികൾ ആര്? പോർച്ചുഗീസുകാർ. അടുത്ത ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ കൈക്കൊണ്ട ധീരമായ നടപടിയിലൂടെ ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്ന് വിളിക്കപ്പെട്ടത് ആര്? ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്ന് വിളിക്കപ്പെടുന്ന ആരെയാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ തീരുമാനിച്ച രാജാവ് ആരാണ്? ഹരിസിംഗ് ആണ്. കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാതെ നിന്ന നാട്ടുരാജ്യമായിരുന്നു. അപ്പോൾ കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ തീരുമാനിച്ച രാജാവാണ് ഹരിസിംഗ്. അടുത്തത് ഇന്ത്യയുടെ റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ രാഷ്ട്ര രൂപവൽക്കരണത്തിനുള്ള അടിത്തറ എന്ത്? ഇന്ത്യയുടെ രാഷ്ട്ര രൂപവൽക്കരണത്തിനുള്ള അടിത്തറയാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യയുടെ രാഷ്ട്ര രൂപവൽക്കരണത്തിനുള്ള അടിത്തറയാണ് ഇന്ത്യൻ ഭരണഘടന. ഏത് സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത്?
അപ്പോൾ 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത്. ക്യാബിനറ്റ് മിഷൻ തരും, ക്രിപ്സ് മിഷൻ തരും. അപ്പോൾ അതിനകത്ത് തെറ്റിക്കരുത്, ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് എന്നാണ്. ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് 1950 ജനുവരി 26 അപ്പോൾ ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് 1950 ജനുവരി 26 എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചറാണ്. ഇങ്ങനെ പറഞ്ഞ ദേശീയ നേതാവാര്? എനിക്കൊരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചറാണ്. ഇങ്ങനെ പറഞ്ഞ ദേശീയ നേതാവാര്? സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതി രചിച്ചതാര്? സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതി രചിച്ചത് ലാറി കോളിൻസ്, ഡൊമിനിക് ലാപ്പിയർ. ലാറി കോളിൻസ്, ഡൊമിനിക് ലാപ്പിയർ ഇവർ ചേർന്ന് രചിച്ച കൃതിയാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. അടുത്ത ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതിയുടെ കർത്താവ് രാമചന്ദ്ര ഗുഹ. ആരാണ്? രാമചന്ദ്ര ഗുഹ. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതിയുടെ കർത്താവ് രാമചന്ദ്ര ഗുഹ. ഭരണഘടനാ നിർമ്മാണ സമിതി പുതിയ ഭരണഘടന അംഗീകരിച്ചത് എന്ന്? ഭരണഘടനാ നിർമ്മാണ സമിതി പുതിയ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26 അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി പുതിയ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ചോദിച്ചാൽ 1949 നവംബർ 26 അപ്പോൾ നവംബർ 26 നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ ദിനമായിട്ട് അല്ലെങ്കിൽ നിയമദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് നവംബർ 26. പക്ഷേ നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് ചോദിച്ചാൽ അത് 1950 ജനുവരി 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് ചോദിച്ചാൽ അത് 1949 നവംബർ 26. അടുത്തത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 അപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ സമ്മതിദായക ദിനമായി വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് എന്ന്? ദേശീയ സമ്മതിദായക ദിനം അല്ലെങ്കിൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്? അത് ജനുവരി 25 നമ്മൾ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ജനുവരി 26 നമുക്കറിയാം റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതാണ് 1950 ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ. ജനുവരി 25 വോട്ടേഴ്സ് ഡേ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന കാലയളവ് ഏത്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന കാലയളവ് 1951-52. 1951-52 സമയത്താണ് ഇന്ത്യയിൽ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് ആരംഭിച്ചത് എന്ന്? 1951 ഒക്ടോബർ 25. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് ആരംഭിച്ചതെന്ന്? 1951 ഒക്ടോബർ 25. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് അവസാനിച്ചത് എന്ന്? ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് അവസാനിച്ചത് 1952 ഫെബ്രുവരി 21. 1952 ഫെബ്രുവരി 21. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറായി അറിയപ്പെടുന്നത് ശ്യാം ശരൺ നേഗിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ശ്യാം ശരൺ നേഗി. ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര സീറ്റുകളാണ് നേടിയത്? ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര സീറ്റുകളാണ് നേടിയത്? 364 സീറ്റുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിയത്. 364 സീറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഹിമാചൽ പ്രദേശിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത്. ഹിമാചൽ പ്രദേശ്. അടുത്തത് സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപവൽക്കരിക്കുക എന്ന ആവശ്യവുമായി 58 ദിവസത്തെ നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? പോട്ടി ശ്രീരാമലു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപവൽക്കരിക്കുക എന്ന ആവശ്യവുമായി 58 ദിവസത്തെ നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? പോട്ടി ശ്രീരാമലു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപവൽക്കരിച്ചത് 1953. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപവൽക്കരിച്ച വർഷം 1953. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനരേകീകരിക്കാനുള്ള കമ്മീഷന്റെ തലവൻ ആരായിരുന്നു? ഫസൽ അലി. സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനരേകീകരിക്കാനുള്ള കമ്മീഷന്റെ തലവൻ ആരായിരുന്നു? ഫസൽ അലി.
ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആരെല്ലാമായിരുന്നു? എച്ച് എൻ ഖുസ്രു, കെ എം പണിക്കർ. എച്ച് എൻ ഖുസ്രു, കെ എം പണിക്കർ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആരൊക്കെയായിരുന്നു? എച്ച് എൻ ഖുസ്രു, കെ എം പണിക്കർ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? കെ എം പണിക്കർ. കെ എം പണിക്കർ. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെട്ട വർഷം ഏത്? ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെട്ട വർഷം ഏത്? 1956 നവംബർ 1. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെട്ടത്. 1956 നവംബർ 1 എത്ര സംസ്ഥാനങ്ങളാണ് നിലവിൽ വന്നത്? 1956 നവംബർ 1 എത്ര സംസ്ഥാനങ്ങളാണ് നിലവിൽ വന്നത്? 14 സംസ്ഥാനങ്ങളാണ് നിലവിൽ വന്നത്. 14 സംസ്ഥാനങ്ങൾ. 1956 നവംബറിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നിലവിൽ വന്നത്? 6 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് 1956 നവംബറിൽ നിലവിൽ വന്നത്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 1956 നവംബർ 1 നിലവിൽ വന്നത്. ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാന പുനഃസംഘടന സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 7ാം ഭേദഗതിയാണ്. ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാന പുനഃസംഘടന സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 7ാം ഭേദഗതി. അടുത്തത് ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 മാർച്ച് 15. 1950 മാർച്ച് 15 ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദ. ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു, ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദ. ആദ്യത്തെ ആസൂത്രണ കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആരെല്ലാമായിരുന്നു? ടി കൃഷ്ണമാചാരി, സി ഡി ദേശ്മുഖ്. ആദ്യത്തെ ആസൂത്രണ കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആരെല്ലാമായിരുന്നു? ടി കൃഷ്ണമാചാരി, സി ഡി ദേശ്മുഖ്. ഇന്ത്യയുടെ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത്? ഇന്ത്യയുടെ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത്? 1951. ഇന്ത്യയുടെ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷമാണ് 1951. സ്വാതന്ത്ര്യാനന്തരം സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏവ? സ്വാതന്ത്ര്യാനന്തരം സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഭിലായ്, ബൊക്കാറോ. ഭിലായ്, ബൊക്കാറോയാണ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ ആരംഭിച്ചതാണ് റൂർക്കേല ഇരുമ്പുരുക്കുശാല? റൂർക്കേല ഇരുമ്പുരുക്കുശാല ജർമ്മനി. റൂർക്കേല ഇരുമ്പുരുക്കുശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ ആരംഭിച്ചതായിരുന്നു? ജർമ്മനി. അടുത്ത ബ്രിട്ടന്റെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്കുശാല ഏതാണ്? ദുർഗാപൂർ ആണ്. ബ്രിട്ടന്റെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്കുശാല ദുർഗാപൂർ. സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യയിലെ അഭിമാനമായി മാറിയ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? ഭക്രാനങ്കലാണ്. ഏതാണ്? ഭക്രാനങ്കൽ പദ്ധതിയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് എന്ന്? 1952 ഒക്ടോബർ 2. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് എന്ന്? 1952 ഒക്ടോബർ 2. അടുത്ത സാമ്പത്തികവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉള്ള പ്രധാന കാര്യങ്ങളാണ് നോക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്ന്? 1955. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്ന്? 1955. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ ഏത്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ ഏത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ. ഏത് മേഖലയ്ക്കാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ പ്രാധാന്യം നൽകിയത്? പൊതുമേഖലയ്ക്ക്. ഏത് മേഖലയ്ക്കാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ പ്രാധാന്യം നൽകിയത്? പൊതുമേഖലയ്ക്ക്. 1990കളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ പ്രകടമായ വ്യത്യാസം എന്താണ്? പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖല പ്രാധാന്യം നേടി. 1990കളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ പ്രകടമായ വ്യതിയാനം എന്താണ്? പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖല പ്രാധാന്യം നേടി. അടുത്തത് ശാസ്ത്രമാണ്. സ്വാതന്ത്ര്യാനന്തരം ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതികളുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ആരെല്ലാമാണ്?
സ്വാതന്ത്ര്യാനന്തരം ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ആരെല്ലാമാണ്? ഹോമി ജഹാംഗീർ ഭാഭ, എൻ ഭട്നഗർ. ഹോമി ജഹാംഗീർ ഭാഭയും എൻ ഭട്നഗറുമാണ് സ്വാതന്ത്ര്യാനന്തരം ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിക്ക് ഇന്ത്യയിലെ നേതൃത്വം നൽകിയത്. ഹോമി ജഹാംഗീർ ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങൾ ഏവ? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. ഹോമി ജഹാംഗീർ ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. 1954 1964 ഇടയ്ക്ക് എത്ര ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളാണ് സ്ഥാപിച്ചത്? 1954 1964 ഇടയ്ക്ക് എത്ര ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളാണ് IIT-കളാണ് സ്ഥാപിച്ചത്? 5 IIT-കളാണ് സ്ഥാപിച്ചത്. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിന്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വച്ച ദേശീയ നേതാവ് ആര്? ജവഹർലാൽ നെഹ്റു. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിന്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വച്ച ദേശീയ നേതാവ് ആര്? ജവഹർലാൽ നെഹ്റു. ശാസ്ത്ര സംബന്ധമായ നയരേഖ പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? ശാസ്ത്ര സംബന്ധമായ നയരേഖ പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? 1958 ആണ്. അപ്പോൾ ശാസ്ത്ര സംബന്ധമായ നയരേഖ പാർലമെന്റ് പാസാക്കിയ വർഷം 1958. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപവൽക്കരിച്ച വർഷം ഏത്? ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപവൽക്കരിച്ച വർഷമാണ് 1962. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപവൽക്കരിച്ച വർഷം 1962. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപവൽക്കരിക്കാൻ മുൻകൈയെടുത്ത ശാസ്ത്രജ്ഞൻ ആര്? വിക്രം സാരാഭായ്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപവൽക്കരിക്കാൻ മുൻകൈയെടുത്ത ശാസ്ത്രജ്ഞൻ ആര്? വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO സ്ഥാപിതമായ വർഷം ഏത്? 1969. ഇപ്പോൾ ഇന്ത്യയിൽ ISRO സ്ഥാപിതമായ വർഷമാണ് 1969. ബഹിരാകാശ ഗവേഷണ സമിതി രൂപവൽക്കരിച്ചത് 1962. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് തുമ്പ. എവിടെയാണ്? തുമ്പ. 1975 വിക്ഷേപിച്ച ഇന്ത്യയുടെ പ്രഥമ ഉപഗ്രഹം ഏത്? ആര്യഭട്ട. 1975 വിക്ഷേപിച്ച ഇന്ത്യയുടെ പ്രഥമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ആര്യഭട്ട. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രം ഏത്? ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമാണ് ഇന്ത്യ. ശാസ്ത്രജ്ഞനും ഗവേഷകനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു? 11ാമത്തെ. ശാസ്ത്രജ്ഞനും ഗവേഷകനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു? 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഉപഗ്രഹ വിക്ഷേപണികളായ PSLV-3, SSLV-3, PSLV എന്നിവ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഉപഗ്രഹ വിക്ഷേപണികളായ SLV-3, PSLV എന്നിവ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെ? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത യുദ്ധവും സമാധാനവും. ഇന്ത്യയും ചൈനയുമായി യുദ്ധം നടന്ന വർഷം ഏത്? 1962. ഇന്ത്യയും ചൈനയുമായി യുദ്ധം നടന്ന വർഷം 1962. UN സുരക്ഷാ സമിതി പാസാക്കിയ പ്രമേയത്തെ തുടർന്ന് 1965 ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചത് എന്ന്? UN സുരക്ഷാ സമിതി പാസാക്കിയ പ്രമേയത്തെ തുടർന്ന് 1965 ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചത് എന്ന്? 1965 സെപ്റ്റംബറിലാണ് ഇന്ത്യ പാക് യുദ്ധം അവസാനിക്കുന്നത്. ഇന്ത്യയും ചൈനയുമായിട്ട് യുദ്ധം നടന്നത് 1962. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് 1965. 1965 ഇന്ത്യ പാക് യുദ്ധത്തിന് അനുബന്ധമായി ഒപ്പുവയ്ക്കപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ. 1965 താഷ്കന്റ് കരാർ. 1965 ഇന്ത്യ പാക് യുദ്ധത്തിന് അനുബന്ധമായി ഒപ്പുവയ്ക്കപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ. ഒപ്പുവെച്ചത് 1966. താഷ്കന്റ് കരാർ ഒപ്പിട്ട വർഷം 1966 ജനുവരി 10 ഒപ്പിട്ടത്. അപ്പോൾ ഈ താഷ്കന്റ് എന്നുള്ളത് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലാണ് ഇപ്പോൾ അത് താഷ്കന്റ് ഉള്ളത്. അപ്പം അന്ന് നേരത്തെ അതെന്താണ് പാകിസ്ഥാനുവിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ. താഷ്കന്റ് കരാർ ഒപ്പിട്ട വർഷം 1966 ജനുവരി 10. താഷ്കന്റ് കരാറിൽ ഇന്ത്യക്കായിട്ട് ഒപ്പിട്ടത് പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാന് വേണ്ടിയിട്ട് താഷ്കന്റ് കരാറിൽ ഒപ്പിട്ടത് മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ്. അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയ്യൂബ് ഖാൻ അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു. മുഹമ്മദ് അയ്യൂബ് ഖാനും കൂടി ചേർന്നിട്ടാണ് താഷ്കന്റ് കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. 1966 ജനുവരി 10 താഷ്കന്റ് കരാറിൽ ഒപ്പുവയ്ക്കുന്നത്.
1966 ജനുവരി 11 താഷ്കണ്ടിൽ അന്തരിച്ച പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. കണ്ടോ, 1966 ജനുവരി 10 താഷ്കന്റ് കരാറെങ്കിൽ 11-ാം തീയതി ലാൽ ബഹദൂർ ശാസ്ത്രി അവിടെ വെച്ചിട്ട് അന്തരിക്കുകയാണ്. വിദേശത്ത് വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. അപ്പോൾ വിദേശത്ത് വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് എന്ന്? 1974 മെയ് 18. ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് 1974 മെയ് 18. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന രഹസ്യനാമം എന്ത്? ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന രഹസ്യനാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയുടെ പ്രഥമ ആണവ പരീക്ഷണത്തിന് വേദിയായ സ്ഥലം ഏത്? പൊക്രാൻ, രാജസ്ഥാൻ. രാജസ്ഥാനിലെ പൊക്രാനാണ് ഇന്ത്യയുടെ പ്രഥമ ആണവ പരീക്ഷണത്തിന് വേദിയായ സ്ഥലം. ഇന്ത്യയിൽ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ രാജാ രാമണ്ണയാണ്. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ രാജാ രാമണ്ണ. പ്രഥമ ആണവ പരീക്ഷണം, കൃത്രിമോപഗ്രഹ വിക്ഷേപണം എന്നിവ നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. പ്രഥമ ആണവ പരീക്ഷണം, കൃത്രിമോപഗ്രഹ വിക്ഷേപണം എന്നിവ നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. 1953 UN പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. 1953 UN പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യയിൽ ക്യാബിനറ്റ് മന്ത്രി പദം വഹിച്ച പ്രഥമ വനിതയാര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യയിൽ ക്യാബിനറ്റ് മന്ത്രി പദം വഹിച്ച പ്രഥമ വനിതയാര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. സംസ്ഥാന ഗവർണറായ ആദ്യത്തെ വനിതയാര്? സംസ്ഥാന ഗവർണറായ ആദ്യത്തെ വനിത സരോജിനി നായിഡു. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായ ആദ്യ വനിതയാണ് സരോജിനി നായിഡു. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യത്തെ വനിതയാണ് സുജേത കൃപലാനി. സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യ വനിത സുജേത കൃപലാനി. സംസ്ഥാന ഗവർണറായ ആദ്യ വനിത സരോജിനി നായിഡു. ഭൂദാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? വിനോബ ഭാവെ. ഭൂദാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? വിനോബ ഭാവെ. ഇന്ത്യയിൽ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം ഏത്? 1969. ഇന്ത്യയിൽ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം ഏത്? 1969. ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ഏത്? ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ഏത്? 1975 ജൂൺ 26. ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 1975 ജൂൺ 26. ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആര്? ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആര്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി. സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത ദേശീയ നേതാവ് ആര്? സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത ദേശീയ നേതാവ് ജയപ്രകാശ് നാരായൺ. ആരാണ്? ജയപ്രകാശ് നാരായൺ. ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം ഏത്? ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷം ഏത്? 1972 ഓഗസ്റ്റ് 15. അപ്പോൾ ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ വന്നത് 1972 ഓഗസ്റ്റ് 15. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1972. പിൻകോഡ് നിലവിൽ വന്നതും വന്യജീവി സംരക്ഷണം നിലവിൽ വന്നതും 1972 ആണ്. 1972. ലോകത്തിലെ ഏറ്റവും വിപുലമായ കടുവ സംരക്ഷണ പദ്ധതിയായ പ്രൊജക്ട് ടൈഗർ ഇന്ത്യയിൽ ആരംഭിച്ചത് എന്ന്? ഇന്ത്യയിൽ പ്രൊജക്ട് ടൈഗർ വന്നത് 1973 ഏപ്രിൽ 1. അപ്പോൾ പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്നത് 1973. കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1972. കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത് 1972. ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസ് രംഗം ദേശസാൽക്കരിച്ചത് വർഷം 1972. അപ്പോൾ 1972 2-3 വർഷങ്ങൾ പഠിച്ചിട്ടുണ്ട്, 2-3 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓർത്തു വയ്ക്കുക. കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചു, പ്രൊജക്ട് ടൈഗർ, ഇന്ത്യയിൽ പിൻകോഡ്, പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസ് രംഗം ദേശസാൽക്കരിച്ചു. അതെല്ലാം 1972. വിദ്യാഭ്യാസത്തെ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വർഷം 1976 ആണ്. വിദ്യാഭ്യാസത്തെ ഇന്ത്യയുടെ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വർഷമാണ് 1976. 1976 ദരിദ്ര ഗ്രാമീണരെ ഉദ്ധരിക്കാൻ 20 പരിപാടി ആരംഭിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. അപ്പോൾ 1976 ദരിദ്ര ഗ്രാമീണരെ ഉദ്ധരിക്കാൻ 20 പരിപാടികൾ ആരംഭിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. 1970-കളിൽ ഹിമാലയത്തിന്റെ ഗദ്വാൾ മേഖലയിൽ രൂപം കൊണ്ട വൃക്ഷ സംരക്ഷണ പ്രസ്ഥാനം ഏത്? ചിപ്കോ പ്രസ്ഥാനം. 1970-കളിൽ ഹിമാലയത്തിലെ ഗദ്വാൾ മേഖലയിൽ രൂപം കൊണ്ട വൃക്ഷ സംരക്ഷണ പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആളാണ് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ.
1974 മാർച്ചിൽ മരം മുറിക്കലിനെതിരെ വനിതകൾ ശ്രദ്ധേയമായി ചെറുത്തുനിൽപ്പ് സമരം നടത്തിയ ചമോലി ജില്ല ഏത് സംസ്ഥാനത്താണ്? ചമോലി ജില്ല ഉത്തരാഖണ്ഡ്. 1974 മാർച്ചിൽ മരം മുറിക്കലിനെതിരെ ഗ്രാമീണ വനിതകൾ ശ്രദ്ധേയമായി ചെറുത്തുനിൽപ്പ് സമരം നടത്തിയ ചമോലി ജില്ല ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കിയ 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം ഏത്? 1978. 1978 നമ്മുടെ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത 44-ാം ഭേദഗതി നിലവിൽ വന്ന വർഷം 1978. അടുത്ത കമ്മീഷനുകളാണ്. ആദ്യത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപവത്കരിക്കപ്പെട്ട വർഷം 1953. ആദ്യത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപവത്കരിക്കപ്പെട്ട വർഷം 1953. 1953 പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ തലവൻ കാക്ക കലേക്കർ ആയിരുന്നു. 1953 പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ തലവൻ ആരാണ്? കാക്ക കലേക്കർ. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കമുള്ള വിഭാഗങ്ങളെ തിരിച്ചറിയാനും ആവശ്യമായ സംവരണം ഏർപ്പെടുത്താനുമായി ജനതാ സർക്കാർ രൂപം നൽകിയ കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കമുള്ള വിഭാഗങ്ങളെ തിരിച്ചറിയാനും ആവശ്യമായ സംവരണം ഏർപ്പെടുത്താനുമായി ജനതാ സർക്കാർ രൂപം നൽകിയ കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. മണ്ഡൽ കമ്മീഷന്റെ തലവനായിരുന്നു ഭണ്ഡേശ്വരി പ്രസാദ് മണ്ഡൽ. മണ്ഡൽ കമ്മീഷന്റെ തലവനായിരുന്നു ഭണ്ഡേശ്വരി പ്രസാദ് മണ്ഡൽ. മണ്ഡൽ കമ്മീഷൻ രൂപവത്കരിച്ച വർഷം 1979 ജനുവരി 1. മണ്ഡൽ കമ്മീഷൻ രൂപവത്കരിച്ച വർഷം 1979 ജനുവരി 1. മണ്ഡൽ കമ്മീഷൻ രൂപം നൽകിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. മൊറാർജി ദേശായി ജനതാ ഗവൺമെന്റ് ആയിരുന്നു. 1979 ജനുവരി 1 മണ്ഡൽ കമ്മീഷൻ രൂപവത്കരിച്ചത്. മണ്ഡൽ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് 1980 ഡിസംബറിലാണ്. 1980 ഡിസംബറിലാണ് മണ്ഡൽ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948-49 ഈ ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ നിയമിക്കുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. എന്തിനെ പറ്റിയാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ പഠനം നടത്തിയത്? സർവകലാശാല വിദ്യാഭ്യാസമാണ്. സർവകലാശാല വിദ്യാഭ്യാസത്തെ പറ്റി പഠനം നടത്തിയ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാലും അത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC രൂപവത്കരണം ശുപാർശ ചെയ്ത കമ്മീഷനും ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ രൂപവത്കരണം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള ശുപാർശകൾ സമർപ്പിക്കാൻ 1952 ഭാരത സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏത്? ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള ശുപാർശകൾ സമർപ്പിക്കാൻ 1952 ഭാരത സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 1948-49 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. 1952 ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കാൻ നിർദ്ദേശിച്ച വിദ്യാഭ്യാസ കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. ത്രിഭാഷാ പദ്ധതി നടപ്പാക്കാൻ നിർദ്ദേശിച്ച വിദ്യാഭ്യാസ കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. 1964 ഭാരത സർക്കാർ നിയോഗിച്ച വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 1964 ഭാരത സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് DS കോത്താരി കമ്മീഷൻ. 1948-49 ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ. 1952 ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 1964 DS കോത്താരി കമ്മീഷൻ. 10+2+3 മാതൃകയിലെ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. 10+2+3 മാതൃകയിലെ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനും കോത്താരി കമ്മീഷനാണ്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനും കോത്താരി കമ്മീഷനാണ്. അടുത്തത് വിദ്യാഭ്യാസമാണ്. 1986 പുത്തൻ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി. 1986 പുത്തൻ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. സ്വയംഭരണ കോളേജുകൾ, കൽപ്പിത സർവകലാശാലകൾ എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയമാണ് 1986 പുത്തൻ വിദ്യാഭ്യാസ നയം. സ്വയംഭരണ കോളേജുകൾ, കൽപ്പിത സർവകലാശാലകൾ എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയമാണ് 1986 പുത്തൻ വിദ്യാഭ്യാസ നയം. ഇന്ത്യയിലെ സർവകലാശാലകളുടെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ഏത്? ഇന്ത്യയിലെ സർവകലാശാലകളുടെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ഏത്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC ആണ്. സർവകലാശാലകളുടെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുന്നത് UGC ആണ്. UGC ആരംഭിച്ചത് 1953
ഡിസംബർ 28-നാണ്. UGC ആരംഭിച്ചതാണ് 1953 ഡിസംബർ 28. UGCക്ക് നിയമപ്രാബല്യം നൽകിയത് ഏതു വർഷം? 1956-ലാണ് UGCക്ക് നിയമപ്രാബല്യം കിട്ടുന്നത്, 1956. UGCയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നഗർ ആയിരുന്നു UGCയുടെ ആദ്യത്തെ ചെയർമാൻ. ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നഗർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2009 ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? 2009. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2010 ഏപ്രിൽ 1 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 86-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 2002 ഡിസംബറാണ്. 2002 ഡിസംബറിലാണ് 86-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമമാണെങ്കിൽ 2010 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ 86-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 2002 ഡിസംബറിലായിരുന്നു. വിദ്യാഭ്യാസത്തെ മൗലികാവകാശം എന്ന നിലയിൽ ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? വകുപ്പ് 21A വിദ്യാഭ്യാസത്തെ മൗലികാവകാശം എന്ന നിലയിൽ ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? വകുപ്പ് 21A. അടുത്തത് ഇഗ്നോ സ്ഥാപിതമായ വർഷം 1985. ഇഗ്നോ സ്ഥാപിതമായ വർഷം ഏതാണ്? 1985. പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ 1994 ആരംഭിച്ച പദ്ധതിയാണ് DPEP. പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ 1994 ആരംഭിച്ച പദ്ധതി ഏതാണ്? DPEP. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയത് എന്ത്? 1986 ദേശീയ വിദ്യാഭ്യാസ നയം. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയത് എന്ത്? 1986 ദേശീയ വിദ്യാഭ്യാസ നയം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുമായി 1986 ദേശീയ വിദ്യാഭ്യാസ നയം ശുപാർശ ചെയ്ത പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുമായി 1986 ദേശീയ വിദ്യാഭ്യാസ നയം ശുപാർശ ചെയ്ത പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് 1987. 1986 ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആരംഭിച്ചത്. പക്ഷെ അത് ആരംഭിച്ച വർഷം 1987. സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്നിവ സംയോജിപ്പിച്ച് 2018 തുടങ്ങിയ പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്നിവ സംയോജിപ്പിച്ച് 2018 തുടങ്ങിയ പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപവത്കരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപവത്കരിച്ച സ്ഥാപനം ഏതാണ്? സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. അടുത്തത് ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിടുന്ന സ്ഥാപനം ഏതാണ്? ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിടുന്ന സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. ഒരു പ്രാവശ്യം PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. PQ ആണ് കേട്ടോ. ഇത് മിക്കവാറും ഇതെല്ലാം PQ തന്നെയാണ്. പക്ഷെ ഇത് ഇപ്പൊ റീസെന്റ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിടുന്ന സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഏത് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളാണ്? നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഏത് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളാണ്? നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അടുത്തത് വിദേശ നയം. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ ഏതെല്ലാം? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരി ചേരായ്മ. ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ എന്തെല്ലാം? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരി ചേരായ്മ.
1984 പഞ്ചശീല തത്വങ്ങൾക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? ജവഹർലാൽ നെഹ്റു, ചൗവൻലായ്. 1984 പഞ്ചശീല തത്വങ്ങൾക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? ജവഹർലാൽ നെഹ്റു, ചൗവൻലായ്. പഞ്ചശീല കരാർ ഒപ്പിട്ട വർഷം ഏത്? 1984 ഏപ്രിൽ 29. പഞ്ചശീല കരാർ ഒപ്പിട്ട വർഷം ഏതാണ്? 1984 ഏപ്രിൽ 29. ഇന്ത്യക്ക് വേണ്ടി പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ആരാണ്? പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ആരൊക്കെയാണ്? ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റുവും ചൈനയ്ക്ക് വേണ്ടി ആരായിരുന്നു? ചൈനയെ പ്രതിനിധീകരിച്ച് പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ചൗവൻലായും ആയിരുന്നു. അപ്പോൾ പഞ്ചശീല തത്വം 1984 ഏപ്രിൽ 29 ഒപ്പിട്ടത്. ജവഹർലാൽ നെഹ്റുവും ചൗവൻലായും ഇന്ത്യയും ചൈനയുമായിട്ടായിരുന്നു. അന്തർദേശീയ പെരുമാറ്റത്തിന്റെ സിദ്ധാന്തമായി പരിണമിച്ച ഇന്ത്യൻ വിദേശ നയമാണ് പഞ്ചശീല തത്വങ്ങൾ. അന്തർദേശീയ പെരുമാറ്റത്തിന്റെ സിദ്ധാന്തമായി പരിണമിച്ച ഇന്ത്യൻ വിദേശ നയം ഏതാണ്? പഞ്ചശീല തത്വങ്ങളാണ്. പഞ്ചശീല തത്വങ്ങൾ ഏതെല്ലാമാണ്? രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇത് SCERT ഫാക്റ്റാണ്. SCERTയിൽ അതുപോലെ ചോദിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ഇതുപോലെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് SCERT ഫാക്റ്റാണെന്ന് ഓർക്കുക. ഇത്രയും ഒന്നുകൂടി വായിച്ചിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മാറ്റിയും തിരിച്ചും തരാം. അപ്പോൾ ഇതിനകത്ത് പഞ്ചശീല തത്വങ്ങൾ ഉൾപ്പെടാത്തവയൊക്കെ ചോദിക്കാം. അപ്പോൾ നേരെ പഠിച്ചിട്ട് പോവുക. നമുക്ക് ചിലപ്പോൾ ചെറിയ ഒരു ഇതൊക്കെ കാണുള്ളൂ, നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് പാടറിയാം. നമ്മൾ നേരെ പോയി പഠിക്കുക. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനമായി അറിയപ്പെടുന്നത് എന്താണ്? ചേരി ചേരായ്മയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു റിവിഷൻ പോലെ കവർ ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നത് ഏകദേശമൊക്കെ നമ്മുടെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്നും പഠിച്ചിട്ട് പോവുക. 10th പ്രിലിംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടും. പിന്നെ പറ്റുവാണെങ്കിൽ നമ്മുടെ SCERTയിൽ സ്റ്റാൻഡേർഡ് 10ലും 9ലും 9ലും ഒക്കെ കുറച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് വായിച്ചിട്ട് പോയാൽ അത്രയും നല്ലത്. പിന്നെ സമയം കുറവുള്ളവരാണെങ്കിൽ എന്തെങ്കിലും കണ്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.